ഹലോ ഗായ്സ്, അങ്ങനെ ബിഗ് ബോസിൽ അടുത്തൊരു പ്രോപ്പർട്ടി ഡാമേജ് സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും ലാലേട്ടൻ വന്ന് കൊടുക്കുമെന്ന് വെച്ചാൽ കൊടുക്കും, അങ്ങനെ വേറൊരു കാര്യവുമില്ല. കാരണം ഇതിന് മുന്നേ റോക്കി ചെയ്തപ്പോഴും കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ എന്തായാലും കാര്യം ഇതെന്ന് വെച്ചാൽ ജാസ്മിനാണ് ഇപ്പോഴത്തെ റോബോ. അപ്പോൾ റോബോനെ പുറത്താക്കി ഇവർ വാതിൽ ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശരണ്യ, നന്ദന, അപ്സര, ജാസ്മിൻ ഇവരെല്ലാം പുറത്തും ബാക്കിയുള്ളവരെല്ലാം വീടിനകത്തുമാണ്. അപ്പോൾ ജാസ്മിനും ഈ ഇപ്പുറത്ത് നിൽക്കുന്നവരും ഡോറ് തള്ളി തുറക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളുന്നുണ്ട്. ഡോർ അങ്ങോട്ട് തള്ളുന്നു, ഇങ്ങോട്ട് തള്ളുന്നു, അങ്ങോട്ട് തള്ളുന്നു, ഇങ്ങോട്ട് തള്ളുന്നു. അപ്പോൾ ഋഷി വന്നിട്ട് പറയുന്നുണ്ട് ഇപ്പോഴത്തെ റോബോട്ട് ഇപ്പോൾ ഭയങ്കര ഒരു ഡേഞ്ചറസ് ആയിട്ട് വരികയാണെന്നൊക്കെ പറയുന്നുണ്ട്. ജാസ്മിനും ഉണ്ട്, അപ്പോൾ ഈ തള്ളലിലും ഉന്തലിലും എല്ലാവരും ഉണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് വെച്ചാൽ ആ സമയം കൊണ്ട് റസ്മിൻ വന്നിട്ട് ജാസ്മിനെ തലയിലിരുന്ന ആ ഒരു ഹെൽമെറ്റ് ഊരിക്കൊണ്ട് പോവുകയാണ്. റോബോയുടെ ഹെൽമെറ്റ് ഊരിക്കൊണ്ട് പോവുകയാണ്. അതായത് ജാസ്മിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടെന്ന് സാരം, റോബോ ആയിട്ടുള്ള ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടെന്ന് സാരം. അങ്ങനെ വന്നപ്പോൾ ജാസ്മിൻ എന്താണ് വാതിൽ തള്ളി തുറക്കുകയാണ്. തള്ളി തുറന്നപ്പം സൈഡിൽ ഇരുന്ന ഒരു പോട്ട്, ഒരു ഗ്ലാസിൻ്റെ ഒരു പോട്ട് തറയിൽ വന്ന് വീണ് പൊട്ടുകയാണ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രൊമോ കണ്ട അനുസരിച്ച് ജാസ്മിൻ പിറകോട്ട് വന്നപ്പോഴാണ്, തള്ളി തുറന്ന് അകത്ത് കയറി വന്നപ്പോഴാണ് എനിക്ക് തോന്നുന്നു ജാസ്മിൻ തട്ടിയാണ് ഇത് വീണത് എന്നാണ്, ഈ സംഭവം വീണ് പൊട്ടിയത് എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഗൈസ്, എന്തായാലും ലാലേട്ടൻ എന്തായാലും എപ്പിസോഡിൽ വരുമ്പോൾ ഇത് പ്രോപ്പർട്ടി ഡാമേജിനെ പറ്റി സംസാരിക്കും. അപ്പോൾ ബിഗ് ബോസ് ഉടനെ എല്ലാവരെയും വിളിച്ചിരുത്തുകയും അനൗൺസ് ചെയ്യുന്നുണ്ട് ഇവിടെ വയലൻസ് പറ്റത്തില്ല, വയലൻസ് ഇവിടെ വെച്ച് പൊറപ്പിക്കില്ല, ഇതിവിടെ ശരിയാകത്തില്ല എന്ന് പറഞ്ഞ് ഇവരെ വഴക്ക് പറയുന്നുണ്ട്. സോ ഇതാരാണ്, എന്തായാലും ഇപ്പോൾ ആരെയും നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല, എല്ലാവരും ഇതിലുണ്ട്. എങ്കിലും ഇപ്പോൾ ഒരാൾ തട്ടിയിട്ട് പൊട്ടിച്ചതിൻ്റെ പേരിൽ എനിക്ക് തോന്നുന്നു, എനിക്ക് ജാസ്മിൻ ആണെന്നാണ് തോന്നുന്നത്. അറിയാൻ വയ്യ, എല്ലാം കണ്ടറിയാൻ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.